ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജറി വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ഇതിനു മുമ്പ് 35 വർഷത്തോളം ഞാൻ ശ്രീ ചിത്രനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാസ്കുലർ സർജൻ ആയിരുന്നു. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം SUT ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. ഞാനിന്ന് ചുരുക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രക്തധമനി അസുഖങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന മാതിരി ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ശുദ്ധരക്തക്കുഴൽ വഴിയായി എല്ലാ കശേരുക്കൾക്കും എല്ലാ ടിഷ്യൂകൾക്കും പോവും. ഉദാഹരണത്തിനായി കാലിലേക്ക്, കൈയിലേക്ക്, ഹൃദയത്തിലേക്ക് തന്നെയും തലച്ചോറിലേക്ക്, കുടൽ, വൃക്ക, അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും പോയി ഓക്സിജനും ഗ്ലൂക്കോസ്, പിന്നെയുള്ള ഹോർമോൺസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോരോ അവയവങ്ങൾക്ക് കൊടുക്കുവാനും തിരിച്ചു വരുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് വെയിൻസ്. ആ വെയിൻ വഴി ഹൃദയത്തിലേക്ക് വന്ന് വീണ്ടും ശ്വാസകോശത്തിലേക്കുള്ള സർക്യൂട്ട് വഴി ഓക്സിജൻ രക്തത്തിൽ ഇറങ്ങുകയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിറ്റിൽ 60-70 പ്രാവശ്യം ഹൃദയം പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഈ രക്തചംക്രമണം നടക്കുന്നതാണ്. സാധാരണയായി പ്രായം 60-65 അതിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് ശുദ്ധരക്തക്കുഴലുകളുടെ അസുഖങ്ങൾ വരുന്നത്. ഇത് ഭൂരിഭാഗവും ലോകമെമ്പാടും ഒരു 85-95% വരെ ഓരോരോ രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ഇതനുസരിച്ച് അവരുടെ ശരീരപ്രകൃതി, അവരുടെ ഭക്ഷണക്രമം അനുസരിച്ച് അതാണ് ഈ പെർസെൻറ്റേജിൻ്റെ വേരിയേഷൻ ഉള്ളത്. അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്രായമാവും തോറും നമ്മളുടെ ഭക്ഷണക്രമം അനുസരിച്ച് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ശുദ്ധരക്തക്കുഴലിൽ അടിഞ്ഞുകൂടുകയും മഹാധമനി, അതായത് മെയിൻ രക്തക്കുഴലിൽ നിന്നും ഈ ഓരോരോ അവയവങ്ങളിലേക്കുള്ള രക്തക്കുഴലുകൾ പുറപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അത് 1-2 ആയി ചെറുതായി വിഭജിക്കുന്ന സമയത്ത് ഈ കൊഴുപ്പിൻ്റെ അംശം കുന്നുകൂടി രക്തോട്ടത്തിന് തടസ്സം ഉണ്ടാവുകയും അതാത് അവയവങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നോർമലായും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് ആ അവയവത്തിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായ ക്ഷതമേൽക്കുകയും ചെയ്യുന്നു. അത് കാലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരം കുറയും ആദ്യം, പിന്നീട് നമുക്ക് 10 അടി നടക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ കാലിൽ വ്രണങ്ങൾ വരാം, നിറവ്യത്യാസം വരാം, പിന്നെ ചെറുവിരലുകൾക്ക് രക്തോട്ടം പൂർണ്ണമായി നിൽക്കാം. ഇതൊന്നും നമ്മൾ അതിനുടെ തക്ക ചികിത്സയ്ക്ക് പോയില്ലെങ്കിൽ നമുക്ക് ആ കാലിൽ തന്നെ നഷ്ടപ്പെടാൻ വഴിയുണ്ട്. ഇത് തന്നെയാണ് ഓരോരോ അവയവങ്ങൾ, ഹൃദയമായാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, തലച്ചോറിലേക്ക് പോകുന്ന കരോട്ടിഡ് രക്തക്കുഴലാണെങ്കിൽ നമുക്ക് പക്ഷാഘാതം ഉണ്ടാകുന്നു. ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ സാധാരണയായി 2-3 കിലോമീറ്റർ സുഖമായി നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും കാലിൽ ക്രാംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കാലിൻ്റെ കാര്യം. ഹൃദയത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പണ്ട് നടന്നിരുന്ന മാതിരി നടക്കാൻ പറ്റുന്നില്ല, ഭാരം എടുക്കാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേഴ്സ് കയറാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ശ്വാസമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാവുക, ഇതാണ് ഹൃദയത്തിൻ്റെ ആഘാതത്തിനുള്ള കാരണം. പിന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിനെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം കുറച്ച് സമയത്തേക്ക് 1-2 മിനിറ്റോ മാക്സിമം 1 മണിക്കൂറോ നേരം നമുക്കൊരു കയ്യിനും കാലിനും തളച്ചാനുപ്പെടാം. അത് സ്വയം ശരിയാവുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കണ്ണിന് പെട്ടെന്നൊരു കണ്ണിലൊരു കർട്ടൻ മുമ്പിൽ വന്നിരുന്ന മാതിരി വരിക, അല്ലെങ്കിൽ പക്ഷാഘാതം, സ്ട്രോക്ക് തന്നെ വരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വരാതെ നോക്കാൻ പറ്റും. മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഭക്ഷണക്രമങ്ങൾ സൂക്ഷിച്ച് നമുക്ക് ചെയ്യേണ്ടതാണ്. അതായത് 20, 30, 40 വയസ്സിൽ കഴിക്കുന്ന ഭക്ഷണം 45, 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വളർച്ച നിന്നുപോയ സമയമാണ്. പിന്നെ നമുക്ക് തടി കൂടുകയും ഈ കൊളസ്ട്രോളിൻ്റെ ഉപദ്രവം കൂടുതലാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ചെറിയ തോതെങ്കിലും ഒരു 8-10 മിനിറ്റ് ചെറിയ തോതിൽ വ്യായാമം ചെയ്യണം, നല്ലതാണ്. ഇപ്പം ഞാൻ സാധാരണ രോഗികളോട് പറയുന്നത് മിതമായ ഭക്ഷണം, മിതമായിട്ടെങ്കിലും വ്യായാമം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനായിട്ട് ഇഫ് യു വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് എ സ്മൈൽ.
അതൊരു ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററോളം ഏതു പ്രായത്തിലും നടക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യസ്ഥിതി തരക്കേടില്ല, വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇനിയും കൂടുതൽ രക്തധമനി രോഗങ്ങളെ പറ്റി പറയാനുണ്ട്. അശുദ്ധ രക്തക്കുഴലിനെ പറ്റി ഞാൻ പിന്നീട് ഒരു ദിവസം പറയാവുന്നതാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. News means entertainment and entertainments. Meets news. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.